വടാപ്പാവ് എന്ന് പറഞ്ഞ സാധനം ബെന്ന് വാങ്ങിച്ചു. പൊട്ടിച്ചിട്ട് ആവശ്യത്തിന്റെ അടുത്ത് കഴിച്ചോ? ബണ്ണ് നാശാവൂ. നിന്നെ കുറ്റാക്കില്ലേ ആന്റീനെ എടുക്കാലത് നോക്കുന്ന ഗുണ്ട് പൊട്ടി എങ്ങാണ്ടിക്ക് നീ നോക്കിക്കോ. ബോംബെ കരിഞ്ഞിട്ടും ഈ സാധനം കണ്ടിട്ട്. അങ്ങനെ ജഗുവിന് ആദ്യത്തെ വടാപ്പാവ് കൊടുക്കണു ഞാൻ. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ യൂട്യൂബ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയ്ക്കധികം സാധനങ്ങൾ ഉപയോഗിച്ചുള്ളൊരു പാചകം ചെയ്യാൻ പോണത്. ഒന്നുമല്ല, നമ്മൾ ലോകപ്രശസ്തമായ ബോംബെയിലത്തെ വടാപ്പാവ് എന്ന് പറഞ്ഞ സാധനം. ഇപ്പോൾ അത് ഈ ലോകത്തിൽ ഈ ബർഗറില്ലേ, ലോകത്തിലത്തെ ബർഗറിൽ എത്രാം സാധനം അങ്ങോട്ട് ഉണ്ട് ഇപ്പോൾ അതിന് ലോകത്തിൽ. പാവപ്പെട്ടവൻ്റെ അങ്ങനെ ഒരു പേരൊക്കെ പറയുന്നുണ്ട്. അതറിയാവുന്നൊരു കമന്റ് ഇട്ടോളാം. നമ്മളപ്പോ ഞാൻ ചേട്ടനോട് പറയാം അടുക്കളയിൽ ചെയ്യാന്നേ, കാരണം അടുക്കളയിൽ ഇനി ഒന്നുമില്ലേ, ബാക്കി എല്ലാ സാധനങ്ങളും പുറത്തു കൊണ്ട് എല്ലാ സാധനങ്ങളും സകല പാത്രങ്ങളും സകല സാധനങ്ങളും എടുത്തു. ബ്രെഡ് വാങ്ങിച്ചു കേട്ടാ. ഇതിങ്ങനത്തെ ബെന്ന് വാങ്ങിച്ചു. ബണ്ണ് ഇതിലാവട്ടെ. അപ്പോൾ നമ്മൾ ഇതിന് കുറേ സാധനങ്ങൾ വേണം. സമയം ഇപ്പം 5:30 സമയമാണ് കേട്ടോ ഞങ്ങൾക്ക്. എന്താ പറയാ, ഇനി ചേട്ടന്റെ വെപ്രാളായിരിക്കും ഇവിടെ നിന്ന് നിങ്ങൾ കാണാൻ പോണത്. അപ്പോൾ നമ്മൾ കാരണം ഇരുട്ടാവുമ്പോഴത്തേക്കും തീർക്കണല്ലോ, അതിന് വേണ്ടിട്ട്. അല്ലെങ്കിൽ തന്നെ വെപ്രാളം അടുപ്പിലാക്കല്ലേ. എന്താ അത് കത്തുള്ളി കത്തി നമ്മൾ തീ കത്തിച്ച് നമ്മുടെ പാത്രം അടുപ്പത്ത് വയ്ക്കുന്നു കേട്ടാ. ഇത് ഇങ്ങനെ ഞാൻ എനിക്കുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കി കൊടുത്തു കേട്ടാ. പ്രിപ്പറേഷൻ ചേട്ടനായിരിക്കും ചെയ്യാൻ പോണത്. കാത്തിരുന്ന് കാണാം നമുക്ക്. വടാപ്പാവെന്ന് അറിയില്ല, ബോംബെയിൽ നമ്മുടെ ഇഷ്ടംപോലെ ആളുകളുണ്ടല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഇതിൻ്റെ ഞങ്ങൾ ബോംബെയിൽ ഡ്രസ്സ് എടുക്കാൻ പോയപ്പോഴാണ് മനസ്സിലായത് ഇത്രയ്ക്കധികം ആളുകൾ നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അവിടെ ഉണ്ടല്ലോ എന്നുള്ളത്. ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളപ്പോഴാണോ നിങ്ങൾ റൂം എടുത്തിട്ട് ബോംബെയിൽ വന്നൊക്കെ താമസിക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തന്നെ നാണക്കേടാന്ന്. നിങ്ങളുടെ അജൂസ് വേൾഡിന്റെ സബ്സ്ക്രൈബേഴ്സിന് നാണക്കേടാന്ന്. അപ്പോൾ നമ്മൾ പാത്രം ചൂടാക്കി കണ്ടമാനം പ്രോസസ്സുകളാണ് ഇതിന് ഏറ്റവും വലിയ ഇതുണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. അതൊക്കെ അതിൽ 3 തരം ചട്നി ഉണ്ടാക്കണേ. പച്ച, ചുവപ്പ്, കറുപ്പ, അങ്ങനെ 3 തരം ചട്നികൾ ഉണ്ടാക്കണം. ഈ 3 ചട്നികൾ ഉണ്ടാക്കാനാണ് കണ്ടമാനം സമയം വരിക. അപ്പം ഇത് ബാക്കിയൊന്നും ഉണ്ടാക്കാൻ അത്ര വലിയ കുഴപ്പമൊന്നും എനിക്ക് തോന്നില്ല. അപ്പോൾ നമ്മളിത് പാത്രം ചൂടാക്കി നമ്മുടെ കുറച്ച് ഒരു 2 ടീസ്പൂൺ ഓയിൽ ഇട്ട് അങ്ങോട്ട് ചെരിഞ്ഞിരിക്കുന്നില്ല. അതല്ല ചെരിഞ്ഞിരിക്കണേ, മേശയാ. ഭൂമി ചെരിഞ്ഞിട്ടല്ലേ അങ്ങോട്ട് ചെരിവല്ലേ. ഇമ്രാനെ ഇന്നലെ ഞങ്ങള് പറയട്ടെ, ഇന്നലെ ഞങ്ങൾ കമന്റ് വായന, ഇന്നലെ അല്ല നമ്മളെന്നാ കമന്റ് റീഡിങ് എടുത്ത ഞായറാഴ്ച ഞങ്ങൾ കമന്റ് റീഡിങ് എടുക്കാൻ വേണ്ടിട്ട് ഇരിക്കുമ്പോ ഇത് വന്നു അടുത്തേക്ക് വരാറുണ്ട്. നമ്മൾ കമന്റ് റീഡിങ് എടുക്കുമ്പോ നമ്മളുടെ കസേരയുടെ അടിയിൽ വന്ന് കെടുക്കേ, അല്ലെങ്കിൽ നമ്മളെ മുട്ടിയുരുമ്പി ഇങ്ങനെ കെടുക്കാറുണ്ട് കേട്ടാ ഇമ്രാൻ. ചാർലി ചിലപ്പോൾ അങ്ങനെ വന്നൊന്നും വരില്ല, പക്ഷെ ഇമ്രാൻ വന്ന് കെടുക്കാറുണ്ട്. ഇത് വന്നിട്ടേ ഒരു ഉന്മാദം, നമുക്ക് ഒരു ഉന്മാദം സംഭവിക്കില്ലേ നമുക്ക് മനുഷ്യന്മാർക്കൊക്കെ. ഞങ്ങൾ അവിടെ ഇരുന്നേ, അപ്പൊ അവിടെ ചെടികൾ 3-4 ചെടികൾ ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ വെട്ടി നിർത്തിയേക്കല്ലേ, അതിന്റെ ഇടയിൽ കൂടെ ആളിങ്ങനെ സ്ലോ മോഷനിൽ ഇങ്ങനെ കിടക്കും. ഇങ്ങനെ കടന്നിട്ട് തല ഫുള്ള് ഉണ്ടാവില്ല, മൂക്കിന്റെ ഭാഗം മാത്രം പുറത്ത്, ബാക്കിൽ വാല് മാത്രം പുറത്ത്, ബാക്കിയൊക്കെ ഈ ചെടിയുടെ ഉള്ളില് അങ്ങനെ കുറച്ച് സമയം നിൽക്കും സ്റ്റക്കായിട്ട്. അത് കഴിഞ്ഞ് വീണ്ടും അതിന്റെ പുറത്ത് ഇങ്ങനെ കിടക്കും. അത് ഞാൻ അടുത്ത ചെടിയുടെ ഉള്ളിലേക്ക് അങ്ങനെ അത് കണ്ടോട്ടെ. കണ്ടോ ഇതിന് എന്തിട്ട് സൂക്കേടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഹലോ മൈ ഡിയർ, എന്താ നിനക്ക് പറ്റിയേ? ഇതിന്റെ ഉള്ളിൽ നുഴഞ്ഞു കയറ്റാൻ പഠിക്കുകയാണോ ഇനി? അതിർത്തിയില് നുഴഞ്ഞു കയറാന്ന് പറയില്ല, അതുപോലെ നുഴഞ്ഞു കയറ്റാൻ. എന്താ സ്ലോ മോഷനിൽ കടക്കല്. ഇത് പുറത്തേക്ക് എത്തിയിട്ടാ ഞാൻ അടുത്തേക്ക് ഇതിരിക്കാൻ കിടക്കാൻ പോണതിട്ടാ. അതിന് മണടിപ്പിച്ച് തുടങ്ങി. ഞാൻ എപ്പോഴും കാണിക്കുന്നില്ല, എന്തോ ഒരു കുഴപ്പം സംഭവിച്ചിട്ടുണ്ട് ഇതിന്. എവിടെ എന്തൊക്കെയാ തകരാറ്. കാര്യം പതുക്കെ വിൽക്കുന്നത്. നമ്മുടെ ഓയിൽ ചൂടാകുമ്പോൾ നമ്മൾ അതിൽ കുറച്ച് കടുക് ഇടുന്നു കേട്ടോ. ചൂടായിട്ടില്ല, ചൂടായി. കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കായപ്പൊടി ഇല്ലേ, ഒരു സ്വല്പം കായപ്പൊടി ഇതാ, ഞാനത് എടുത്തു തരാൻ വേണ്ടിട്ട് കുറച്ച് കറിവേപ്പില ഇടണം. അത് ഇളക്കണം. അത് ഇളക്കി അതിലേക്ക് ഇഞ്ചി ചതച്ചില്ലേ കുറച്ചിരുന്നു. തീ കുറച്ച് കരിഞ്ഞുടങ്ങി. തീ കുറച്ചാൽ മതി, തീ കൂടിയിട്ടല്ലാണ്ട്. ഇഞ്ചി ചതച്ചിരുന്നു. അതിലേക്ക് തന്നെ പിന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചിരുന്നു. അത് ഇളക്കണം.
പിന്നെ ഒരു 2-3 പച്ചമുളക് അരിഞ്ഞ് കേട്ടാ. ഇതൊന്ന് വാടണം. അത് പച്ചമുളക് ഭയങ്കര എരിവുള്ളതാണ്. നീ ഇളക്കിക്കോ, ഞാൻ തരാം. പച്ചമുളക് ഭയങ്കര എരിവുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ ചുമച്ചത്. ഇത് മൂത്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ നമ്മളിടുന്നത് മല്ലിയില, കുറച്ച് മല്ലിയില, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. വാർത്ത തീ കൂടാൻ തീ കൊഴിഞ്ഞു, അല്ല തീ കുറഞ്ഞു. ഇനിയുള്ളത് ഉരുളക്കിഴങ്ങ് വേവിച്ച് പൊടിപ്പിച്ചല്ല, ഈ സ്മാഷ് ചെയ്തതാണ്. അതെ, അത് 2 ഉരുളക്കിഴങ്ങ് കേട്ടോ. അത് കുറച്ച് ഉപ്പിട്ടിട്ട് തന്നെയാണ് ഞാൻ ചെയ്തത് കേട്ടോ, വേവിച്ച് പൊടിച്ചത്. അത് ഇരിക്കുന്നു കേട്ടോ. നന്നായി മിക്സ് ചെയ്യൂ. ഇതിലേക്ക് ഇത്തിരി ഉപ്പിടണം കേട്ടോ, ഉപ്പ് കുറവാണ്. ഇളക്കിക്കോ. നന്നായി ഇത് മിക്സ് ചെയ്യുക. ഇതേ ഉരുളയാക്കാനുള്ളതാണ് കേട്ടാ. തീ ഓഫ് ചെയ്തു കേട്ടാ. ഒരു സ്വല്പം ചെറുനാരങ്ങ നീര് കണ്ട, സ്വല്പം ചെറുനാരങ്ങ നീര്, ഒരു ടീസ്പൂൺ കൊണ്ടാണ് ഇങ്ങനെ ആക്കിയിട്ട് ഒഴിക്കായിരുന്നു. അപ്പോൾ ഒരു സ്ഥലത്ത് തന്നെ ആവില്ലല്ലോ. അല്ല, ഇത് ഉരുളയാക്കും, ഇത് കുഴയ്ക്കാം. ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ ആവും. ഇതാണ് ഇതിലത്തെ കൂട്ട്. വടാപ്പാവിൻ്റെ ബ്രെഡ് ബെന്നിൻ്റെ ഉള്ളിലുള്ള കൂട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ മാറ്റി വയ്ക്കുന്നു. ഇതോട്ടിരിക്കട്ടെ കേട്ടോ. നല്ല രസം ഉണ്ടാകുന്നു. ഇത് വെറുതെ തിന്നാൻ പറ്റും തോന്നുന്നു. നോക്കിയോടെ കേട്ടോ. ഉപ്പൊക്കെ നോക്കാനാ. നല്ല രസമുണ്ട്. മസാല ദോശയുടെ പോലുള്ള സാധനം തരുതേ. ഇനി അടുത്ത് ചെയ്യാൻ മതി. മസാല ദോശയുടെ ടേസ്റ്റ് ആവില്ല എന്തായാലും. ഇനി നമ്മൾ ചെയ്യാൻ പോണത് അത് കണ്ട, ഇത് ചൂടാറാൻ വെച്ചു. നമ്മൾ കടലമാവ് ഒരു മുക്കാകപ്പെടുത്തുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് അരിപ്പൊടി എന്ന് പറഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി മിക്സ് ചെയ്തോ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് 1/2 ടീസ്പൂണില്ലേ മുളക് പൊടി, കാശ്മീരി സാധാരണ, പിന്നെ ഒരു നുള്ളു കായപ്പൊടി, പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് ഉപ്പ്. പിന്നീടേണ്ടത് ബേക്കിംഗ് സോഡയില്ലേ കണ്ട, ഇത് ഒരു 1/4 ടീസ്പൂൺ ഇടുന്നു കേട്ടോ. ഇനി നമ്മൾ ഇത്തിരീശ വെള്ളം ഒഴിച്ചിട്ടത് കലക്കണം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കലക്കണം കേട്ടോ. കൂടുതലേ ആവരുത്. കലക്കിയിട്ട് ആവശ്യത്തിന് മുക്കി വറക്കാനുള്ള നമുക്കേ തുണി വേണ്ടി വരില്ല വെള്ളം. ഈ സ്ഥലത്ത് ഉരുളകളാക്കിയിട്ട് വറുത്തതില്ലേ, ഒരു മുക്കിയിട്ട് ഒരു പൊട്ട് വേണ്ടി വെള്ളമാക്കല്ലേ, ഒരു പൊട്ട് ഇങ്ങനെ ആക്കണം കേട്ടോ. ഇനി ഇതൊന്ന് ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഉരുളകളാക്കണം കേട്ടോ. ചൂടാറി തോന്നും അല്ലേ. ചൂടാറാനായിട്ട് ഞാൻ ഇനി സരിത കൈ കഴുകിയെന്നോ. സരിത കൈ കഴുകിയിട്ട് ഇത് ഉരുളകളാക്കിയിട്ട് ഇതിലാക്കുമ്പോൾ അങ്ങനത്തെ ഉരുളകൾ ഇതിനോട് പരിപ്പാക്കി 8 ആക്കാൻ പാടുള്ളത്. എന്താ 8 പെണ്ണുള്ളോ? ചേട്ടൻ്റെ ഞാൻ കുറച്ച് കൂടുതൽ വാങ്ങിക്കാൻ പറഞ്ഞതല്ലേ. 4 വാങ്ങിക്കാനാ പോയത്. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു 3-4 പാക്കറ്റ് വാങ്ങിച്ചോ. എന്നിട്ട് വന്നതിന്റെ പിന്നാലെ 2 പാക്കറ്റ് ഉള്ളോ ജഗ്ഗു പൊട്ടിച്ചിട്ട് ആവശ്യത്തിന് എടുത്ത് കഴിച്ചോ ബണ്ണ് പറഞ്ഞു. അപ്പൊ അവൻ ഒരെണ്ണം കഴിക്കുകയാണെങ്കിൽ 2 ചേട്ടന് കഴിക്കാലോ. ഞാൻ സമ്മതിച്ചില്ലേ പാക്കറ്റ് പൊട്ടിക്കാൻ. ഇതേട്ടാ ഈ അതിനിടയ്ക്ക് ഈ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ വറക്കാനായിട്ട്. തിരുവണ്ടി പരിപ്പാക്ക് ആ പരിപ്പ് മതി, ആ പരിപ്പ് ഓക്കെ. ഞാൻ അത് കണ്ടിട്ടൊന്നുമില്ലേ, ഞാൻ അത് കഴിച്ചിട്ടുമില്ലേ. ഞാനിതേ വീഡിയോ കണ്ടിട്ടുണ്ട്, ഞാൻ ജീവിതത്തിൽ കഴിച്ചിട്ട് പോലും ഇല്ല കേട്ടാ. ഞാൻ കഴിച്ചിട്ടുണ്ട്, സരിത കഴിച്ചിട്ടുണ്ട്, ഇവിടെ വടപ്പാവ് കഴിച്ചിട്ടുണ്ട് പണ്ട്. അത് ആക്കിക്കോ ഓരോന്നോരോ 2-3 ഊട്ടി അതിൽ കിട്ടോ. എന്നിട്ട് എടുക്കാം നമുക്ക്. ഇട്ട് കഴിഞ്ഞാൽ നാശാവോ? ഇട്ട് കഴിഞ്ഞാ അത് ജ്യൂസാവും. അതെ, നമ്മുടെ ഈ ഓയിൽ പാത്രം ചൂടായി നമ്മൾ ഇതിലേക്ക് ഓയിൽ ഒഴിക്കണം കേട്ടാ. എന്നിട്ട് ബോളുകൾ കിട്ടുമെന്ന് അറിയില്ല കേട്ടാ. 8 മതി, 8 പെണ്ണുള്ള. പിന്നെ എന്തിട്ടാ അല്ല 8 കുറവാവുന്നു ചിലപ്പോ കിട്ടുക. അപ്പൊ കുഴപ്പമില്ലല്ലോ. ചെറുതായാലും കുഴപ്പമില്ലല്ലോ. 8 തന്നെ കിട്ടണമെന്നില്ലല്ലോ. എന്തായിരിക്കും ആവട്ടെ.
ഇനി ഇതിനെ 3 തരം ചട്നി ഉണ്ടാക്കണം. അതിനാണ് അത് അതിൽ സമയമൊന്നും പിടിക്കില്ലേ, നമുക്കതൊക്കെ മിക്സിയിൽ ജാറും പിന്നെ കുറച്ച് സമയമൊക്കെ വേണ്ടോ. എന്നാലും ഇത് കഴിക്കാൻ്റെ ഒരു പൂതി എന്ന് പറഞ്ഞില്ലേ നമുക്ക്, വടാപാവ് കഴിക്കണം. അന്ന് പ്രിയ വന്നപ്പോൾ ഉണ്ടാക്കാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ സമയം ഉണ്ടായിരുന്നില്ല. ബോംബെയിൽ നിന്ന് പ്രിയ വന്നില്ലേ, പ്രിയ മറാത്തിക്കാരിയാന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് സംസാരിക്കുന്നത് തമിഴ്. അവള് ജനിച്ചത് പറയാ മധുരയാണ് അവരുടെ സ്വദേശം. ശരിക്കും നോക്കിയപ്പോ അതിന്റെ ഉള്ളിൽ ചെന്നിരിക്കണ നോക്കിയേ, അതിനെന്തോ തകരാറ്. ഇതുകൊണ്ട് മുക്കിയിട്ടായിരിക്കും ഇതാട്ടോ, പിന്നെ കുഴപ്പമില്ലല്ലോ. അതായിട്ടില്ല, ഓയില് ചൂടായിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ കറക്റ്റ് എട്ടണത്തിന് ഇനി അല്ല കൂടുതലുണ്ടെങ്കിൽ ബാക്കി മസാല ഞാൻ തിന്നുകൊണ്ട് വെറുതെ. നല്ല രസമുണ്ട് ഈ മസാല തിന്നാനായിട്ട്. നീ ഈ ദോശമാവ് ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, ഒരു ദോശ ഉണ്ടാക്കിയിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ മസാല ആക്കിയിട്ട് വെച്ചിട്ട് കഴിക്കാലോ. എന്താ ഇത് ശരിയാവില്ല, ഇതിൽ സബോള ചേർത്തിട്ടില്ല, പിന്നെ വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്, കായം ചേർത്തിട്ടുണ്ട്. അതൊരു വെറൈറ്റി. നമ്മുടെ ഈ മറ്റേ കുമാരി ചേച്ചി മുരുകണ്ണൻ ഉണ്ടാക്കി കൊടുക്കുന്ന സർബത്ത് അല്ല ഉപ്പ് സോഡ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കായം ചേർക്കുന്നുണ്ട്. എന്തൊരു ടേസ്റ്റാണെന്നറിയ സാധനം. മതി ഇനി ഇടാൻ പറ്റാ, കൈ പിടിച്ചിക്ക്. ഇത് ചൂടായിക്കൊണ്ടിരിക്കുന്ന കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇങ്ങനെ മുക്കാല. ഇനി കൈയിട്ട് സരിതാളൊക്കെണ്ടാന്ന് വെച്ചിട്ടാ ഞാൻ ഒരെണ്ണത്തും ആക്കിയത് അല്ല വേണ്ട അല്ലേ? അല്ല അപ്പം എല്ലാം ആക്കി ഒരുമിച്ചിടാനാ 4 കൊള്ളുവില് ഒരെണ്ണം ഇട്ടിട്ട് 1/2 മിനിറ്റ് കഴിഞ്ഞിട്ട് അടുത്തിടാം. ഓയിൽ വേണമെങ്കിൽ എടുത്തരാട്ടാ. ഞാൻ ആവശ്യം എടുക്കാം. ഇട്ടാലോ സരിതാ? ഓയിൽ ചൂടായി കിട്ടോ? എന്ത് ചിരിക്കണ്? നിന്നെ കുറ്റാക്കില്ലേ, എൻ്റെ ഇടാൻ പോകട്ടെ. നമുക്കിത് പറഞ്ഞെടുക്കാം. ചൂടായിട്ടില്ലേ ഓയിൽ? ചൂടായിട്ടുണ്ട്. ഓയിൽ കുറവാന്നുള്ളൊരു പോരായ്മയുള്ളൂ നമുക്ക്. ഇത് ഫുള്ളായിട്ട് മുക്കി വറക്കണോ? നമുക്ക് ഇത്രയ്ക്ക് ഓയിൽ മതി, മറിച്ചിടാം. 4 വീതാടാ അല്ലേ? മാവ് കട്ടി കുറഞ്ഞ ഇത്തിരി ലൂസായി. ഇപ്പോൾ കുഴപ്പമില്ല, അത് മതി. കുറച്ചും കൂടിയും കടലമാവ് ഇടണ? അല്ലേ വേണ്ട, ഇനി ഇത് മതി. വേണ്ടീ തീ കുറയ്ക്കാം, തീ കൂടുതലേ. മുകളിലത്തെ കോട്ടിങ് നാവല്ല വേണ്ടോ? ഉള്ളിലത്തെ വെന്തതല്ലേ? നോക്കിയേ, വേഗം എടുക്കാം. ഇതിനെ കട്ടി മതി, തീ കുറയ്ക്കാം. ഇതിലെ ഒറ്റയടിക്ക് കെട്ടണടാട്ടാ, നല്ല ഭംഗിയിൽ കാണാനായിട്ട്. ഉപമൊന്നും പറയല്ലേ? അടിപൊളിയുണ്ട് കേട്ടാ പരിപാടി. മുകളിലത്തൊന്ന് ഇതായാൽ മതി. ഉള്ളൊക്കെ വെന്ത് പരിപാടിയിട്ടല്ലേ, പിന്നെ കുഴപ്പമില്ല. ഇതൊരു മസാല ഇത്രയ്ക്ക് വലിപ്പമായിക്കോട്ടെ. കുഴപ്പമില്ല, നീ കഴിക്കിട്ടോ. കറക്റ്റ് ആയിട്ടണം അല്ലേ? ഓ കുറച്ച് വലിപ്പം കൂടിയല്ലേ? ഇത് തെറ്റ് പറ്റിയിട്ടെങ്കിൽ എൻ്റെ ബോംബെക്കാരെ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. കുറച്ച് ചെറുതാക്കി. അത് കുഴപ്പമില്ല, കൂടിയും തോന്നി. കഴിച്ചോ ചേട്ടത്? വേണ്ട, അത് മുഴുവനാക്കിക്കോ. അത് കഴിഞ്ഞു. നല്ല മണമുണ്ട് കേട്ടോ അതിന്, നല്ല ഒരു കായത്തിൻ്റെയും ഇതിൻ്റെയൊക്കെ മണം. എനിക്ക് തോന്നുന്നു തീ കൂട്ടിയിട്ടാവും ചെയ്യാൻ തോന്നുന്നുണ്ട്. ഇട്ട് ആ ബ്രൗൺ കളറായ പിന്നെ കോരാം. തീ കുറവിലിട്ട് കഴിഞ്ഞാൽ അത് ഓയിൽ കുടിച്ച് ആകെ അതിൻ്റെ ടേസ്റ്റ് പോവും. ഇപ്പം തീ ഫുള്ളിലിട്ട് കൊണ്ടത് ഞാൻ കഴിഞ്ഞു എടുക്കായി. അവർ ഞാൻ കണ്ട വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ഒന്ന് ഇട്ട് അപ്പം തന്നെ ഈ കളറായി, ഈ ഡാർക്ക് കളറല്ല ഇല്ല. ഞാൻ എന്നാലും ഒന്ന് ഡാർക്ക് ആക്കിയിട്ടുണ്ട്. വേണ്ടല്ലേ? അപ്പം നമുക്ക് ഇത് എടുക്കാം കേട്ടാ. എടുത്ത് ഇതിൽ വയ്ക്കുന്നു 4 അടുത്തിടുന്നു. സരിത നിന്ന് ഇളക്കറി കൈ കഴിയിട്ട് വേഗം വന്നിട്ട് അത് ഞാൻ മോരിയും. തീ കുറച്ച് വെച്ചോ, കുറച്ചിട്ടിരിക്കണല്ലേ? തീ കറക്റ്റായിട്ട് ഇപ്പോൾ കുഴപ്പമില്ല. ഇപ്പം ഇതിൽ കുറച്ച് ഏതാദ്യട്ടത് അറ്റത്തേ ഇതാണോ? ഏതായാലും കുഴപ്പമില്ല, നീ മറിച്ചിട്ടോ. ഇതിലുണ്ട് കുറച്ച് മാവ് ബാക്കിയുണ്ട്, അത് നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് ചട്നി ഉണ്ടാക്കാനായിട്ട് ആവശ്യമുണ്ട്. നീ മറിച്ച് കേട്ടോ. അല്ല ഞാൻ ഇടണങ്ങ അല്ല നീ ഇടണങ്ങിട്ടോ. മോഹൻലാൽ പറഞ്ഞല്ലേ, ആ വഴി കൂടെ പോയിട്ട് ഈ വഴി കൂടെ വരാണെങ്കിലും നമ്മൾ ആ വഴി കൂടെ തന്നെയാണ് ശ്രീനിവാസനോട് പറയുന്നത്. ആ വഴി കൂടെ പോയിട്ട് നമ്മൾ ഈ വഴിയിലേക്ക് തന്നെയാണ് എത്തണമെങ്കിൽ പിന്നെ നമ്മൾ ഏത് വഴിയിലായി പോവും. എടുക്കാലത് അതായി അത്ര വേഗം മറ്റേത് എടുത്തോ. എടുക്കണോട്ടാ. ഇത് അവരെക്കാൾ അടിപൊളിയാവും തോന്നുന്നു. സരിത നോക്കിയേ, സരിത ഒരെണ്ണം ശരിക്കും നോക്കിയേ. മറ്റേ പടക്കം അല്ല മറ്റേ ഗുണ്ട് നോക്കിയേ,
നോക്ക് ഗുണ്ട് ഞാൻ വെറുതെ പറയുന്നില്ല, നീ നോക്കിയാ ശരിക്ക്. അയ്യോ പൊട്ടി. നോക്ക എന്തൊരു ഭംഗിയിരുന്ന ഗുണ്ട് എന്നറിയോ. ഇനി നമ്മൾ ഗുണ്ട് പൊട്ടി അതിൻ്റെ ഇതിൻ്റെ ഈ ഇതിലുള്ളതില്ലേ അത് നമുക്ക് ഇങ്ങനെ എടുക്കേണ്ടത് ആവശ്യം വരും കേട്ടോ. ഇനി വരട്ടെ ഇനി സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിനി 5-6 പച്ചമുളക് 5-8 പച്ചമുളക് അതിൽ വറുത്ത് പോരണം. അത് ഇതിലങ്ങനെ തന്നെയാണ് കണ്ടത്. അതില് ചെറിയ ഒരു ഓട്ട ഉണ്ടാക്കിയിട്ടുണ്ടാവും പൊട്ടിത്തെറിക്കാണ്ടിരിക്കാൻ. ഒരു ഓട്ട കുത്തിയൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതൊന്ന് ഫ്രൈ ചെയ്യുന്നു, അതെടുക്കാം. ഇതാണ് മുഴുവൻ പച്ചമുളക് വേണമെന്ന് പറഞ്ഞല്ലേ. ഇത് ഇതിലേക്കാണെന്ന് പറഞ്ഞാൽ ഞാനത് ഒരു ചെറിയൊരു കീറി വെച്ചേനെ. അല്ല ഇത് ഇപ്പം കീറാൻ പാടില്ല. കീറി കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ. ഇത് ഈ പച്ചമുളക് കോരി ഇതിവിടെ തലക്കി വയ്ക്കുന്നു കേട്ടോ നമ്മൾ. ഇനി നമ്മൾ ചെയ്യാൻ പോണത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സരിതാ ഇതൊന്ന് പിടിച്ചെന്നാ ഞാൻ ഇതിലേക്ക് കോരി ഒഴിക്കാം. അല്ലെങ്കിൽ നീ കോരി ഒഴിക്കും, ഇത് ഇതിലേക്ക് കോരി ഒഴിക്കും. ഇതേ ഇനി നമ്മൾ ഈ മാവില്ലേ ബാക്കിയുള്ളത് അത് ഇതിലേക്ക് ഈ അരിപ്പലിക്കാണ്ട് കോരി ഒഴിക്കുന്നു. എന്നിട്ട് ഇങ്ങനെ ബൂന്തി ഉണ്ടാക്കില്ലേ, നമ്മൾ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നീ കോരി ഒഴിച്ചോ, ഞാൻ നീ ഇത്തിരി നീ എന്നിട്ടാക്കിക്കോ. ഇത് കുറച്ചുകൂടി ലൂസ് ആക്കണം, കട്ടി കൂടുതലാ. നീ അങ്ങനെ ആക്കിയായിരുന്നു വീട്ടില്ല. എനിക്ക് ആക്കി കൊടുത്താ കട്ടി കൂടുതലാ. ഒന്ന് തിരക്ക് പിടിക്കാണ്ട് കേട്ടത്. അല്ല വലിയ പീസുകളായതുകൊണ്ട് കുഴപ്പമില്ല. കഴിഞ്ഞാ വരാ ഇത് കോരി കഴിഞ്ഞിട്ട് മതി അടുത്തത്. ഇത് ആവശ്യമുണ്ട്, വേറെ സാധനത്തിന് ആവശ്യമുണ്ട്. അതുകൊണ്ട് നീ കോരാൻ പോണേ. അയ്യോ ഇതിലൊട്ടി പിടിച്ചു. അതല്ല ഞാൻ ചോദിച്ചത്, അതുകൊണ്ട് തന്നെയാണ് കോരാൻ പോണേന്ന്. അതിലേക്കല്ല അതിലേക്ക് തന്നെ ഇത് ആവശ്യമുണ്ട്. ചട്നിക്കല്ല, ചട്നിക്ക് മാത്രമല്ല കേട്ടത്, ഇത് അരിക്ക് വേണം. അതിന്റെ ഓട്ടൊക്കെ തുറക്കുക, അല്ലെങ്കിൽ ആ ഓയിൽ പോവില്ല അതിന്ന്. ഇതിപ്പോ വേറെ സാധനത്തിലാക്കേണ്ടതായിരുന്നു, മറ്റേ സാധനല്ലേ ഓയിലടക്ക വരുന്നേ. അത് ഓയിൽ ഊറ്റി കളയാം നമുക്ക്. ഓയിലിൽ നിന്ന് പോകേണ്ടതാങ്ങ. ബാക്ക് ഭാഗം ടീസ്പൂൺ ഉണ്ടെന്ന് ഇങ്ങനെ ആക്കി ആ ഓട്ട തുറക്കും ചേട്ടാ. പക്ഷെ നല്ല ഭംഗിയിട്ട് കാണാനായിട്ടേ. ഒരു മിനിറ്റ് കണ്ട ഇതൊന്ന് അതുകൊണ്ടൊന്ന് ആക്കിയേ, അപ്പൊ ആ ഓട്ട തുറക്കും. ഇനി ഫ്രണ്ട് മറ്റേ ഭാഗത്തൊന്ന് ആക്കി. ശരി സെറ്റായി. വേറെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, അതെടുക്കായിരുന്നു. അരിപ്പ് എന്തെങ്കിലും വേണ്ടി വരും, കുറച്ചുകൂടി ഉണ്ടാക്കണമല്ലോ നമുക്ക്. ഇതുകൊണ്ട് കിട്ടണില്ലേ മുഴുവനേ. മറ്റേ അരിപ്പ് എടുക്കണ്ടായിരുന്നു. ഇത് ഇത്ര മതിയില്ലേ? അല്ല ചട്നിക്ക് മാത്രം പോരാ. ചട്നിക്ക് മാത്രം പോരാ, അതിലേക്ക് വേണം. ഇതിലേക്ക് വേണം, ബ്രെഡിന്റെ ഉള്ളിലേക്ക് വേണം. ഞാൻ അങ്ങനെ കണ്ടതേ വീഡിയോയില്. ഇപ്പൊ എത്ര മതി നമുക്ക്? വേണമെന്ന് പറഞ്ഞിട്ട് അയ്യോ ചാലി പോയി പോക്കണ്ട. മതി, അതുകൂടി ആക്കാൻ വേണമെങ്കിൽ അല്ലേ. ഇതില് തൊള കൂടെ പോവില്ലേ? ഒരു കാര്യം ചെയ്യ്, ഇത് പിടിച്ച കോരൊഴിക്കാൻ പോവാണോ? ഇതിന് ഇല്ല, അങ്ങനെയൊന്നുമില്ല. മാർക്കറ്റാ ഇതായിരുന്നു നല്ല ഐഡിയ. താങ്ങ കഴിഞ്ഞു. അങ്ങനെ മാവ് കംപ്ലീറ്റ് കഴിഞ്ഞു. തരുതാ കഴിഞ്ഞു. വാ കോരിതാ, കോരി കൊണ്ടുവാ. അത് ഓട്ട കുത്താം, കോരി കൊണ്ടുവാ. അതിപ്പോ ഇത് കരിയില്ലേ? അല്ല ഇത് എടുക്കണ്ടേ, ഇത് എടുക്കണ്ടേ. അത് നമ്മുടെ മെയിൻ സാധനങ്ങളുടെ പണി കഴിഞ്ഞു കേട്ടാ. ഇനി നമ്മൾ 3 ചട്നീ ഉണ്ടാക്കാൻ പോണത്. അത് ലാസ്റ്റ് സെറ്റ് ചെയ്യുള്ളൂ. ലാസ്റ്റ് സെറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ശരിയാവില്ല. അടിച്ചു കളയാനാ ചിലപ്പോ അതുപോലെ അല്ല ഞാൻ പോണത്. പൊത്ത് പൊത്ത് പൊത്ത്. ഇതാടാ സാധനം സെറ്റായി. ചത്ത എൻ്റെ അമ്മ കൈ കഴുകി പോയിട്ട് അത് അത് എപ്പോഴും ഒരു മരത്തിന്റെ അടുത്ത കൊണ്ടിടുള്ളൂ. മനുഷ്യൻ ചുറ്റി വളഞ്ഞ് പോണ്ടി വരും. നീ മരത്തിൻ്റെ ഇടയ്ക്ക് പോണത് മരങ്ങളോടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരങ്ങളെ കുത്ത് കിട്ടും. നമ്മൾ ആദ്യത്തെ ചട്നി ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം എടുത്തു. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ടു. ഇത്രയ്ക്ക് പുളി ഇടണം സാറേ, ഭയങ്കര പുളിയായിരിക്കും. കുഴപ്പമില്ല, വാളംപുളിയില്ലേ ഇത്രയ്ക്ക് ഇട്ടു. പിന്നെ ഒരു 2-3 മിളകിട്ടു. പിന്നെ നമ്മൾ നല്ല തിളപ്പിച്ച വെള്ളമല്ലേ അത് കുറച്ച് ഒഴിച്ചു. കണ്ട
മൂടിയെടുത്തേ 15 മിനിറ്റ് ആയിരുന്നു മൂടി വയ്ക്കണം. അത് അത് 15 മിനിറ്റ് ഇരിക്കുമ്പോഴേക്കും നമുക്ക് ബാക്കി 2 ചട്നി കൂടി ഉണ്ടാക്കാം. ഇനി അടുത്തത് നമ്മൾ പച്ച ചട്നി ഉണ്ടാക്കാൻ പോകണം. അതിന് വേണ്ടി മിക്സിയിൽ ജാറെടുക്കുക. അതിലേക്ക് മല്ലിയില, പച്ച ചട്നി നമുക്ക് കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം. മല്ലിയില ഇത്തിരി കൂടുതൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-6 വെളുത്തുള്ളി അല്ലി, ഒരു 2-3 പച്ചമുളക്, പിന്നെ ഇതിലേക്ക് ഇത്തിരി ഉപ്പ്, സ്വല്പം വെള്ളം കേട്ടോ. ഇത്ര വെള്ളം മതി. ഇത് അരച്ചുകൊണ്ട് വരുതേ, അരച്ചുകൊണ്ട് പെട്ടെന്ന് കിടന്ന് കഴിഞ്ഞ് പച്ച ചട്നി. ഇനി ശരിക്കും ഇത്രയും പോകുന്ന പാത്രം വേണ്ട, ചെറിയൊരു ബൗള വേണ്ടോ ചേട്ടാ? അരിക്ക് ഒഴുക്കി. ഇത് കട്ടി കുറഞ്ഞ ഇല്ലേ? ഒഴുക്കി. ഇത് വെള്ളം എടുത്തൊഴിക്കൊന്നുമില്ലല്ലോ? ഇനി വെള്ളം ഒഴിക്കണ്ട. കട്ടി വേണല്ലേ? വെള്ളം ഒഴിക്കരുത്. വെള്ളമല്ല, ഇത് തുടച്ചിട്ടൂടെ? ഒരു പൊട്ട് ചേർന്ന് അറിയുന്നില്ല കേട്ടാ. എന്നിട്ട് അപ്പം ഒരു ചട്നി ആയിട്ട് നമ്മുടെ നോക്കിയുടെ രസം. രസമുണ്ടാവും. സൂപ്പർ, എന്ത് രസ ചട്നി. അപ്പോൾ ഒന്നാമത്തെ ചട്നി റെഡിയായി. ഇനി രണ്ടാമത്തെ ഉണ്ടാക്കാൻ പോകണം നമ്മൾ. അവിടെ ഇരിക്കട്ടെ. ഈ സാധനമല്ലേ ബൂന്തിയില്ലേ, ഭയങ്കര ടേസ്റ്റാ. കുറച്ചായിരുന്നു കഴിയും. ഇനി അടുത്തത് മിക്സിയുടെ ജാറ് നമ്മളെടുത്തു. ഇത് ഡ്രൈ ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് ഈ ബൂന്തി എന്ന് പറഞ്ഞ സാധനമില്ലേ ആടുന്നു. പൊടി പൊടിയായിട്ടുള്ള മറ്റേലേക്ക് എടുക്കായിരുന്നില്ലേ? ഇത്തിരി പൊടി പൊടി പാടില്ല. എനിക്ക് വെളുത്തുള്ളി ഇത്രയ്ക്ക് വേണം. ആവശ്യത്തിനിട്ട് മതി. തൊലി കളയാത്ത 2-3 വെളുത്തുള്ളി ഇരിക്കണം കേട്ടോ. കുറച്ച് മുളക് പൊടി ഇരുന്നു, നല്ല എരിവേണ്ടത്. പിന്നെ ഒരു സ്വല്പം കായപ്പൊടി കേട്ടാ. ഇതിലേക്ക് കാശ്മീരി ഉണ്ടോ? ഇല്ല, കഴിഞ്ഞു. ഇത് ഇങ്ങനത്തെ വല്ല സാധനം? അതൊന്നുമില്ല. പിന്നെ ഒരു സ്വല്പം ഉപ്പിടണം. ഇത് ഗാർലിക് ചട്നിയാ അല്ലേ? അപ്പം എനിക്ക് ഒരു അല്ലിയും കൂടി വേണ്ടി വരും വെളുത്തുള്ളി. ഗാർലിക്കിൻ്റെ മണം കൂടുതൽ. 4 ഉള്ളിയിട്ടുണ്ട്. ഇതൊന്ന് ക്രഷ് ചെയ്തോണ്ടേ. അത് ഇത്ര ഉള്ളൂ അല്ലേ? ക്രഷ് ചെയ്തോണ്ട് വേണമെങ്കിൽ ഇത് കൂടുതലിട്ടാൽ മതി. ഇത് വേണമെങ്കിൽ ഇത്തിരി ഉള്ളി ഇടാം കേട്ടോ. നോക്കിയേ, ഇത് കുറച്ചുള്ള സ്ഥലത്തേക്ക് പരാതി. ഇത്തിരി ഉള്ളി ഇട്ടിട്ടുണ്ട്. വേഗം ക്രഷ് ചെയ്തോണ്ട് കഴിഞ്ഞ പരിപാടി. ക്രഷ് ചെയ്യാൻ വേണ്ടോ? ഭയങ്കര തമാശ. ഈ ചട്നി ആദ്യം അരയ്ക്കേണ്ടതായിരുന്നു. കാരണം ഇത് ഉണങ്ങിയ ജാറായിരിക്കണേ. ഇത്തിരി ഡ്രൈ ആയിക്കോട്ടെ, കുഴപ്പമില്ല. അത് കുറച്ചുള്ളൂ അല്ലേ? ഉണങ്ങിയ ജാറായാലാണ് പൊടി പൊടിയായിട്ട് കിടക്കുക. അതിപ്പോൾ ഒരു നനവുണ്ട്. ആയിരിക്കില്ലേ ഇതേട്ടാ ചട്നി. കുഴപ്പമില്ല, ഇത് നനവുണ്ടായിക്കോട്ടെ. അല്ല, വീഡിയോയിൽ കണ്ടപ്പോൾ ഇങ്ങനെ പൊടി പൊടിയായിട്ട് കിടക്കണല്ലോ. ഡ്രൈ ആയല്ലേ വേണം. ഡ്രൈ ചട്നിയാണ്. അത് ഒരു തെറ്റ് പറ്റി, ഏതൊരു തെറ്റ് പറ്റില്ലോ. ആദ്യമായിട്ടാ ചെയ്യണത്. സാധാരണ എല്ലാവരും ചെയ്ത് 3-4 വട്ടം ചെയ്ത് നോക്കിയിട്ടൊക്കെയാണ് വീഡിയോയുടെ ടേസ്റ്റ്. ഇതിൻ്റെ ടേസ്റ്റ് നോക്കി നോക്കാം, സമയമില്ല. ഇത് നമ്മൾ മൂന്നാമത്തെ ചട്നി ഉണ്ടാക്കാനായിട്ട് നോക്കിയാൽ ഇത് കുറച്ച് നേരം മൂടി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ സാധനം മിക്സിയിൽ ജാറിലേക്ക് നമ്മൾ ഒഴിക്കുന്നു. വെള്ളം വേണ്ട, വെള്ളം വേണ്ടെന്ന് ഇത്രയ്ക്ക് അരയ്ക്കാനായിട്ട്. അത് ശരി, കുറച്ച് വെള്ളം വേണ്ടോ? ചൂടുണ്ടല്ലോ എപ്പോഴും. ചെറുതായിട്ട് ഇതില് ഇത്ര ഉള്ളൂ, വേറെ ഒന്നുമില്ലേ അരയ്ക്കാൻ? കൊണ്ടുവരുമ്പോ ഇടല്ലോ. നീ അരച്ചു സമയമില്ല. ഞാൻ പോലെ ചെയ്യുള്ളൂ. ഞാൻ അത് കഴിക്കുമല്ലെങ്കിൽ മുഴുവൻ സ്ലോ മോഷനിൽ ചെയ്യുള്ളൂ. സമയം 6:20 പറയും, അല്ല 6:15. സരിത അരച്ചുകൊണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അയ്യോ ഇങ്ങനെ അപ്പോൾ ആ വെള്ളം എനിക്ക് ഒഴിക്കും. ഈ വെള്ളം ഇതാണ് അരച്ചു കൊണ്ടു കേട്ടോ. അപ്പോൾ ആ വെള്ളം ബാക്കി ഉണ്ടായതില്ലേ ഒന്ന് കിളിക്കേ. കുറച്ചുകൂടി വെള്ളം വേണ്ടി വരും. അതൊക്കെ വെള്ളമായിട്ട് ഇത്തിരി സമയം തിളക്കണം. പുളി ഇതാണ് ഇത് എനിക്ക് ഒഴിക്കണം കേട്ടോ. പുളിയുടെ കുത്തു പോകാൻ വേണ്ടിയിട്ടാവേ ഞാൻ വെള്ളം എടുക്കാം. പക്ഷേ ടേസ്റ്റ് ഉണ്ടാവണമെങ്കിൽ കുറച്ച് നേരം വെള്ളം ഒഴിക്കണം. അപ്പോൾ എന്നിട്ട് ഇപ്പം ചെയ്യണ്ടേ? ഇതിൽ ഒഴിക്കി, വേഗം ഒഴിക്കി. ഇതിലേക്ക് ആയിരിക്കില്ലേ. ഇത്തിരി വെള്ളം കൊണ്ട് ഒഴിക്കുന്നു കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഇത്തിരി കാശ്മീരി മുളക് പൊടി ഇടുന്നു കേട്ടോ. പിന്നെ കുറച്ച് ജീരകപ്പൊടി ഇടുന്നു. ഇനി നമുക്കിത് വറ്റിച്ചെടുക്കാം. ഇതിൽ നമ്മൾ ഉപ്പിട്ടാ സരിതാ? ചേട്ടിട്ടുണ്ടോ? അല്ല ഉപ്പിട്ട് നോക്കട്ടെ, ഉപ്പിട്ടിട്ടുണ്ടോ നോക്കണം, എനിക്ക് ഓർമ്മയില്ലേ.
അല്ല ഇത് പഞ്ചസാരയല്ലേ ഉപ്പിടാൻ പാടില്ല. ഇത്തിരി ഇടേണ്ടി വരും. ഇല്ല ഉപ്പിടില്ല. നഹി ഉപ്പിടാൻ പാടില്ല. ഇത് സ്വീറ്റ് ചട്നിയാ. അപ്പോൾ ഇത് നിളക്കില്ല. എന്നിട്ട് തുറച്ചിരിക്കാൻ കുറുകണ്ട നല്ലോണം. നന്നായി കുറുക്കണം. കുറുക്കിയിട്ട് പാത്രത്തിൽ ഒഴിച്ചോ. ഇതിലൊരു തുണ്ട് ഉപ്പ് വേണട്ടാ, അല്ലെ പച്ചവെള്ളം ചോദിക്കും. നമ്മള് പായസത്തിൽ വരെ ഒരു തുണ്ട് ഉപ്പിടും. നമുക്കൊരു നുള്ളു ഉപ്പിടാം അല്ലേ? ആ ഭാഗ്യം ഇവരെ മഴ പെയ്തില്ലേ. ഒരു നുള്ളു ഉപ്പിടുന്നുണ്ട് എന്നാ ശരി. അവര് ഒരു നുള്ളൊന്നല്ല, ഇത് കുറേണ്ടല്ലോ ഉപ്പ്. കഴിഞ്ഞു. അതൊരു കുഴപ്പമില്ല. ബോംബെക്കാർ ചെയ്തിട്ടുണ്ടില്ല, അവർ നമ്മളായിട്ട് ചെയ്യുന്നത് ആദ്യമായിട്ട്. ഇതൊന്നും കുറുകില്ല ഇതങ്ങനെ. അതാവും. സമാധാനപ്പെട്ട് ചേട്ടാ. ചേട്ടന് തന്നെ ഒരു ജാതി പോലെ തോന്നുന്നില്ല ഇങ്ങനെ വെകിളി പിടിക്കുമ്പോ. ഞാൻ നേരെ ഇറ്റാവണേലും മുമ്പ് ഇതാക്കാനാണ് കടലിൽ അന്തരീക്ഷം. അല്ല, വേഗം തീർക്കണം എന്നുള്ളതാണോ വലിയ കാര്യം, അതോ നന്നായിട്ട് തീർക്കണം എന്നുള്ളതാണോ? അടിപൊളിയായിട്ട് ഇതാക്കണത്. നീ നോക്കിക്കോ, ബോംബെക്കാർ ഞെട്ടും ഈ സാധനം കണ്ടിട്ട്. ഞങ്ങളുടെ സ്വഭാവങ്ങള് എല്ലാ സ്വഭാവം എടുക്കുകയാണെങ്കിലും ഈ രണ്ടറ്റങ്ങളിലാണ്. ആ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം എടുത്തിട്ടായാലും ഏറ്റവും എന്നെ കൊണ്ട് പറ്റാവുന്നതിൻ്റെ മാക്സിമം നന്നായിട്ട് 100% പെർഫെക്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ എന്നെ കൊണ്ട് പറ്റാവുന്നതിൻ്റെ മാക്സിമം നന്നാക്കിയിട്ട് എന്ത് കാര്യം ചെയ്യാലും, ഒരു കുഞ്ഞു കാര്യമായാലും വലിയ കാര്യമായാലും ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ. ഇത് നേരെ ഓപ്പോസിറ്റാണ് ചേട്ടൻ. ഇത് എങ്ങനെയാ ഇതിപ്പോൾ താൽക്കാലികമായിട്ട് ഇങ്ങനെ പോട്ടെ, താൽക്കാലികമായിട്ട് ഇങ്ങനെ പോട്ടെ. ചേട്ടൻ്റെ മെയിൻ ഡയലോഗ് അത് എന്തെങ്കിലും ഒരു കാര്യം ഇവിടെ വീഡിയോയിലത്തെ കാര്യമല്ലാട്ടാ ഞാൻ പറയണേ, അല്ലാണ്ട് വേറെ കാര്യം. അരിനെല്ലി നോക്കിയേ, നമ്മൾ അരിനെല്ലി വിഷയം മാറ്റി. നോക്കിയേ, അരിനെല്ലി വാങ്ങിച്ചു കുടിച്ചിട്ടു. ഒരെണ്ണല്ല, ഇവിടെ ഒരെണ്ണം വെച്ച് നട്ടു, പിന്നെ അവിടെ ഒരെണ്ണം നട്ടുണ്ട്. ഇനിയിപ്പോൾ സാരി ഇത് അരിനെല്ലി ഇല്ല എന്ന് പറയണ്ട. ഇനി ഞാവൽപ്പഴം കൂടിയും ഞാവൽപ്പഴത്തിൻ്റെ കൂടി കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു. കട്ടിയില്ലത് അത്ര മതി. കട്ടി ചൂടാറുമ്പോൾ കട്ടി വരും. മതി അപ്പോൾ മതി. അത് തേക്കാനുള്ളതല്ലേ, അപ്പോൾ കുഴപ്പമില്ല. കേട്ടോ, നമുക്ക് ഇതിൻ്റെ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ചട്നി ഇതിലേക്ക് ഒഴിക്കണം കേട്ടോ. അതെ, ഇതിലല്ലേ കൊണ്ടുവന്ന അങ്ങനെ 3 ചട്നി ആയിട്ടാ. അപ്പോൾ നമ്മൾ ആദ്യത്തെ വടാപ്പാവ് ഉണ്ടാക്കാൻ പോണ്. നമ്മൾ ബെന്ന് അതെ പ്ലേറ്റിൽ വെച്ചു. അതിന് മുന്നേ നമ്മുടെ ഈ സാധനമൊക്കെ പരിചയപ്പെടുത്തുന്നത് നോക്കിയേ. നമ്മുടെ ഈ സാധനം ഉണ്ടാക്കി, പച്ചമുളക് ഉണ്ടാക്കി, ബൂന്തി ഉണ്ടാക്കി, 3 തരം ചട്നികൾ ഉണ്ടാക്കി. അതാണ് വട കേട്ടോ. അപ്പോൾ നമ്മൾ ഇരുട്ടായി തുടങ്ങിയിട്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ നടുമുറിക്കാണ്. ഇതാണ് വട ചേട്ടാ. അത് പാവ്. ഇത് പാവില്ലേ? ഇതിനെങ്ങനെയുണ്ട് മുഴുവനാക്കില്ല അത്ര. എന്നിട്ട് ആ ചട്നിയിലെടുക്ക്. ആ ചട്നിക്ക് ഇതില്ലേ സരിത, ഇതേ ഈ പച്ച ചട്നിയില്ലേ, ഈ പച്ച ചട്നി ഇങ്ങനെയാണ് ഒഴിക്കും കണ്ട. എന്നിട്ട് ഇതുമ്പോൾ തേച്ച് പിടിപ്പിക്കുന്നു. ചേട്ടാ എരിവുണ്ടാവൂട്ടാ, അത് കാരണം അത്രയ്ക്ക് അങ്ങോട്ട് തേക്കണ്ട. ഇനി പുളി ചട്നി ഒഴിക്കുന്നു. ഏതിന്? ബണ്ണിനാ? നല്ല വലിപ്പമുള്ള ബണ്ണ. ഇത്ര പാടില്ല ശരിക്കും വടാപ്പാവിന്റെ. പിന്നെ ഈ സാധനം അപ്പൊ ഇത് വടാപ്പാവിന്റെ ബണ്ണല്ല. നമ്മളോട് അങ്ങനത്തെ കിട്ടില്ല. കിട്ടുമായിരിക്കും, ഇവിടെ കിട്ടും നമ്മുടെ ബെസ്റ്റിലൊക്കെ. കോൺസെൻട്രേഷൻ പോണു ചെയ്യുന്നത് ഇതാട്ടാ. ഇനി നമ്മളെ ഈ അല്ല ഏതെടുക്കണ്ട, ഏത് ഈ തിളക്കി നിർത്താൻ മതി കേട്ടാ. ഈ സാധനം ഇവിടെ വയ്ക്കുന്നു കേട്ടാ. കണ്ട ഇത് ഇവിടെ വെച്ചിട്ട് പിന്നെ നമ്മൾ ഒരു പച്ചമുളക് അതിവിടെ വയ്ക്കുന്നു. പിന്നെ ഈ സാധനമില്ലേ, ഇത് ഇത്തിരി ഇതിലിടണം. അത് കഴിച്ചോ ചേട്ടൻ പോയിട്ട്? ഞങ്ങൾ ആയം പോലെ ഉണ്ടാക്കി കഴിച്ചോളാം. ജഗ്ഗുവിനാണ് ഫസ്റ്റ് കൊടുക്കുന്നത്. കഴിക്കും. അങ്ങനെ ജഗ്ഗുവിന് ആദ്യത്തെ വടാപ്പാവ് കൊടുക്കണു ഞാൻ. കഴിക്കി. മറ്റേ ഭാഗത്ത് പരത്തില്ലേ, ഇതിന്റെ മറ്റേ സൈഡില് ഈ ഇമ്മ കാലം ചവിട്ടി ഞാൻ എൻ്റെ കാലം ചവിട്ടി. ഇമ്രാനെ നീ പൊക്ക അവിടെ നിന്ന് മുതലാളി ആകെ വിറളി പിടിച്ചിട്ട് നിൽക്കുക, വിളറി പിടിച്ചു. അടുത്തത് ആക്കണോ? അടുത്ത സരിതീക്കിന് കേട്ടാ. എനിക്കിത് കഴിക്കാനല്ല, നിങ്ങളെ തീറ്റിപ്പിക്കാനാണ്. അതൊന്നല്ല, വെളിച്ചം പോണതിന് മുന്നേ വീഡിയോ ഷൂട്ടിങ് വേഗം തീർക്കണം. അതാണ് ചേട്ടൻ്റെ ഇത്. അതിൻ്റെ ജഗ്ഗുവാ നിനക്ക് സൂപ്പറായിട്ടാ മതി. ഇത് കേട്ടാ മതി. എനിക്ക് ജഗ്ഗു വടപ്പാവ് കഴിച്ചിട്ടില്ല. എവിടെന്നാ? നമ്മളൊന്നും ഉണ്ടാക്കിയിട്ടില്ലേ? നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കണേ. നമ്മളൊന്നും ഉണ്ടാക്കിയില്ല വടപ്പാവ്. സെയിം സാധനം കഴിച്ചിട്ടുണ്ടെന്ന് വേറെ അവിടെ നീലോ സ്വപ്നത്തിലോ. ഇത് വെക്കുന്നു. പച്ചമുളക് ഇതിൻ്റെ ഉള്ളിൽ വെച്ചാൽ മതിയാ.
പച്ചമുളക് എരിവുണ്ടോ? ഈ സാധനം ഞാൻ ചോദിച്ചത് ഇത് ഇപ്പുറത്തെ ഭാഗത്ത് പരറ്റൊന്നു. അത് വേണേ പറ്റാലോ, നമുക്ക് പറ്റണോണ്ടൊരു കുഴപ്പം. ഏത് ചട്നി രസം? അതെ രസം, സ്വീറ്റ് ചട്നി രസം. ആ പുളിയുള്ള കാരണമാവും എനിക്കത് ഇഷ്ടമായത്. കഴിക്കൂ ആ കഴിക്കൂ കഴിക്കാൻ പോവാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് അറിഞ്ഞാൽ മതി. എനിക്ക് അതിനുണ്ട് ബോംബെ പോലെ ഉണ്ടാ? ബോംബെയിലത്തെ എനിക്ക് ഓർമ്മയും കൂടി ഇല്ലേ. 10-20-22 കൊല്ലം മുന്നേ അങ്ങോട്ട് കഴിച്ചിട്ടില്ല. അതെ. അല്ല എന്നാലും അതിൻ്റെ ഒരു ഓർമ്മ. ചമ്പകം കിട്ടുമ്പോൾ നീ പറയില്ലേ ആ ചമ്പകത്താണ് മനുഷ്യ ചമ്പകത്തിൻ്റെ ഓർമ്മ. എത്ര കൊല്ലം കഴിഞ്ഞാലും അത് മറക്കില്ല നമ്മൾ. അല്ല അന്നിപ്പോൾ നമ്മൾ കഴിച്ചു എന്ന് പറയില്ലേ നമ്മൾ. അയ്യോ എനിക്ക് ആകെ വെപ്രാളായി. ഇല്ല ഇപ്പോഴെങ്കിലും സംഭവിച്ചല്ലോ, വെപ്രാളായിരുന്നു. സാധനം നീ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ നമ്മുടെ വടാപ്പാവ് ഞാൻ കഴിക്കുന്നു. സൂപ്പർ, അടിപൊളിയില്ല. ഇത്ര ടേസ്റ്റ് സാധനം എന്നറിയില്ല. കുറേ തരം ടേസ്റ്റുകൾ ഇങ്ങനെ നമ്മുടെ ടേസ്റ്റ് ബഡ്സിനൊക്കെ ഇങ്ങനെ ഇതാക്കിക്കൊണ്ട് പോവുകയാണ് അല്ലേ. ഇത്ര ടേസ്റ്റ് ഒന്നും അറിയില്ല. ഇമ്രാനെ ഒരു പൊട്ട് വേണം വടാപ്പാവ് കഴിക്കും. നീ തരാട്ടാ നീ. വെറുതെ പച്ചമുളക് എനിക്ക് ഇഷ്ടമായില്ല. ഇമ്രാന് ഇഷ്ടമായി വടാപ്പാവ്? ഇഷ്ടമായോ? അതെ, ഇത് വളരെ ചിലവ് കുറഞ്ഞതാണ്. പണ്ട് 20 രൂപയാണുള്ളതൊന്നും ഉണ്ടല്ലേ, ഇപ്പോൾ വേണമെങ്കിൽ കൂടി ഉണ്ടാവില്ല. സരിതാ എന്നോട് ചോദിക്കുന്നു. ഞാൻ ബോംബെയിലായിരുന്നുള്ളത് പോലെയുണ്ട് ചേട്ടൻ്റെ ചോദ്യം കേട്ടിട്ടുണ്ടെങ്കിൽ. ഒരെണ്ണം കഴിച്ച് കഴിഞ്ഞാൽ വയറെന്ന് അറിയും ആൾക്കാർ. സാധാരണക്കാരെ ഭക്ഷണമായിരുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ജോലിക്കൊക്കെ പോണവരൊക്കെ ധൃതി പിടിച്ച് ഓടുമ്പോൾ ഇതൊരെണ്ണം വാങ്ങിച്ച് ഉണ്ടാക്കിയ ജഗുവിന് ഭയങ്കര ഇഷ്ടമായി. നീ അവനെ ഉണ്ടാക്കിയോളാം. ഒരു വടാപ്പാവേ അല്ല എണ്ണ കൊണ്ട് എടുത്ത അടിപൊളി ടൈറ്റായി സൂപ്പർ സാധനം. അകത്തുണ്ടാക്കാനാണെങ്കിൽ നമുക്ക് അധികം ബുദ്ധിമുട്ടില്ല. വീഡിയോയിട്ട് എടുക്കുമ്പോഴാണ് നമുക്ക് ഇത്രയ്ക്കധികം സമയം, ഇത്രയ്ക്കധികം സാധനങ്ങൾ, പാത്രങ്ങൾ, ഇത്രയധികം ഇൻഗ്രീഡിയൻസ് ഒക്കെ വേണ്ടത്. അടിപൊളി സാധനം. അതന്നെ ഇൻഗ്രീഡിയൻസ് വീഡിയോ എടുക്കണേന് ഇല്ലാത്തപ്പോഴും ഈ സെയിം ഇൻഗ്രീഡിയൻസ് തന്നെ വേണ്ടേ? അല്ല അടുക്കളയിൽ ഇങ്ങനെ നിരത്തി വെക്കാലോ. ഇങ്ങനെ ഓരോന്നിനും പാത്രങ്ങൾ വേണ്ട സമയത്ത്. സൂപ്പർ. അപ്പം നിർത്താടാ, അടിപൊളി. അപ്പം അടുത്ത വീഡിയോ കാണാൻ നന്ദി, നമസ്കാരം. ഓ മിന്നിച്ചുണ്ട്. മതി വയറ് നിറഞ്ഞു.